ഹായ് ഓൾ, ദിസ് ഇസ് അരുൺ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കടത്തിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫിനാൻഷ്യൽ റേഷ്യോന്റെ രണ്ടാമത്തെ ഒരു പാരാമീറ്റർ ആയിട്ടുള്ള നമുക്ക് ഇതിന് എടുക്കാം. ഇതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഒബിയസ്ലി പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ് കവറേജ്, ഇൻട്രസ്റ്റിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ അടയ്ക്കാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. അതായത് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ഉള്ള കഴിവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എബിറ്റ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഈ ഒരു റേഷ്യോ, അതായത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്ര ഉയർന്നു നിൽക്കുന്നോ അത്രയും നല്ലതാണ്. അത് അത്രയും ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ശേഷിയുള്ള ഒരു കമ്പനിയാണത്. ഇപ്പോൾ ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ശേഷിയുള്ള കമ്പനിയാണ്. അതേപോലെ തന്നെ ലോൺ പെട്ടെന്ന് അടയ്ക്കാനും ഈ ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുതലുള്ള കമ്പനികൾക്ക് പറ്റും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു കമ്പനി ഇപ്പൊ ഡെപ്റ്റ് ഉണ്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഒന്നിന് താഴെയുള്ള ഒരു കമ്പനിയാണ്, എങ്കിൽ കൂടെ കുറച്ച് ഡെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഡെപ്റ്റ് അടച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പൊ നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2 ആണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കുമ്പോൾ 6 കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഡെപ്റ്റ് അടയ്ക്കാൻ പറ്റുന്ന ഒരു റേഷ്യോ ആണ്. ഏത് ഇൻട്രസ്റ്റ് ഇതിന് കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. സോ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പാരാമീറ്ററും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും കൂടെ നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വീഡിയോസിന്റെ ഫീഡ്ബാക്ക് അതുപോലെ തന്നെ കമന്റ്സ് എല്ലാം രേഖപ്പെടുത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഓൾ.